പരിസ്ഥിതി ദിന ക്വിസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം ഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരെ? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരെ? പ്രൊഫസർ രാം ഡിയോ മിശ്ര. പ്രൊഫസർ രാം ഡിയോ മിശ്ര. അടുത്ത ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നതാരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധ പട്കർ. അടുത്ത ചോദ്യം, ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് യൂജിൻ പി ഓൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പദപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകി വരുന്ന തെരുവിൽ ഓറഞ്ച് വിൽപ്പന നടത്തുന്ന വ്യക്തി ആരാണ്? ഹജ്ജബ്ബ. ഹജ്ജബ്ബ എന്ന വ്യക്തിയാണ് മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പദപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകി വരുന്ന തെരുവിലെ ഓറഞ്ച് വിൽപ്പനക്കാരൻ. അടുത്ത ചോദ്യം, അന്തർദേശീയ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് സ്ഥാപിച്ചത് ആരാണ്? അന്തർദേശീയ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് സ്ഥാപിച്ചത് ആരാണ്? ബോബ് ഹർ ഡൊരോത്തി സ്ലോ, ഡേവിഡ് മക്ത ഗാർഡ്, ഇർവിൻ സ്ലോവ് എന്നിവർ ചേർന്നാണ് അന്തർദേശീയ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1971 ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ്റെ മുഴുവൻ പേര് എന്താണ്? വാൻകൂവർ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. വാൻകൂവർ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ എന്നാണ് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ്റെ മുഴുവൻ പേര്. അടുത്ത ചോദ്യം, ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിലാണ് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ ആരംഭിച്ചത് എവിടെയായിരുന്നു? ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ ആരംഭിച്ചത് കാനഡയിലെ വാൻകൂവറിലായിരുന്നു. അടുത്ത ചോദ്യം, ഗ്രീൻ പീസ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഹരിതാഭമായ സമാധാനം, പ്രകൃതിയുടെ പച്ചപ്പ് എന്നിവയാണ് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, 2021 വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനം, എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ എന്നതായിരുന്നു 2021 വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. അടുത്ത ചോദ്യം, WWFൻ്റെ പൂർണ്ണ രൂപം എന്താണ്? WWF വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്. അടുത്ത ചോദ്യം, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ചിഹ്നം എന്താണ്? വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ചിഹ്നം ഭീമൻ പാൻഡ ആണ്. അടുത്ത ചോദ്യം, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് സ്ഥാപിതമായത് എന്നാണ്? എവിടെയാണ്? എവിടെ വെച്ച്? 1961 സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് എന്ന സ്ഥലത്താണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ സ്ഥാപകർ ആരെല്ലാം? വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ സ്ഥാപകർ ആരെല്ലാം? പ്രിൻസ് ഫിലിപ്പ്, ഡ്യൂക്ക് ഓഫ് എഡിൻബർഗ് എന്നിവരാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് സ്ഥാപിച്ചത്. പ്രിൻസ് ഫിലിപ്പ്, ഡ്യൂക്ക് ഓഫ് എഡിൻബർഗ് എന്നിവർ. അടുത്ത ചോദ്യം, പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? 1986. അടുത്ത ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? മഴക്കാടുകൾ. മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങളാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ലോക വനദിനം ആയി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ലോക വനദിനം മാർച്ച് 21. മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ലോക ഭൗമദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏപ്രിൽ 22. ഏപ്രിൽ 22 ലോക ഭൗമദിനമായി ആചരിക്കുന്നത്.
അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ആണ്. അടുത്ത ചോദ്യം, ആഗോള പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? UNEP. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. അടുത്ത ചോദ്യം, UNEP എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? UNEP എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബിയിലാണ് UNEPയുടെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മസനോബു ഫുക്കുവോക്കയാണ് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചേർന്ന് നിൽക്കൂ, ഒട്ടി നിൽക്കൂ എന്നത് ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാണ്? ചേർന്ന് നിൽക്കൂ, ഒട്ടി നിൽക്കൂ എന്നത് ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാണ്? ചിപ്കോ. സുന്ദർലാൽ ബഹുഗുണ സ്ഥാപിച്ച ചിപ്കോ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാണ് ചേർന്നു നിൽക്കൂ, ഒട്ടി നിൽക്കൂ എന്നത്. അടുത്ത ചോദ്യം, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആരെല്ലാം? നർമ്മദ ബച്ചാവോ ആന്തോളൻ ബാബ ആംതെ, മേധ പട്കർ എന്നിവരാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ. ബാബ ആംതെ, മേധ പട്കർ എന്നിവർ. അടുത്ത ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കർണാടകയിൽ പാണ്ഡുരംഗ ഹെഗ്ഡെ സ്ഥാപിച്ച സംഘടന ഏതാണ്? ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കർണാടകയിൽ പാണ്ഡുരംഗ് ഹെഗ്ഡെ സ്ഥാപിച്ച സംഘടന അപ്പിക്കോ പ്രസ്ഥാനം. അടുത്ത ചോദ്യം, നർമ്മദ നദിക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ സംഘടന ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. 1989 ഈ സംഘടന നിലവിൽ വന്നത്. ഈ ഭാഗത്ത്, രണ്ടാം ഭാഗത്ത് ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതിൻ്റെ മൂന്നാം ഭാഗത്തിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതോടൊപ്പം തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് എന്നിവ കൂടി ചെയ്തുകൊണ്ട് ഈ ചാനലിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം.